ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാവുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ഓവറോൾ ഔട്ട്ലുക്ക് പ്ലസ് നമുക്കൊരു നിഫ്റ്റിയിൽ ഇന്നത്തെ ഡേ എന്ന് നോക്കിക്കഴിഞ്ഞാൽ 20th ആണ്. അപ്പോൾ ഇന്നത്തെ ഡേയിൽ നമുക്ക് നിഫ്റ്റിയിൽ വന്നിട്ടുള്ള ഒരു സെറ്റപ്പ്, നമ്മൾ സ്ട്രാറ്റജിയെക്കുറിച്ചല്ല പറയുന്നത്. എല്ലാവരും തംബ്നെയിലിൽ സ്ട്രാറ്റജി എന്ന് കണ്ടിട്ടായിരിക്കും വന്നേക്കുന്നത്. പക്ഷേ സ്ട്രാറ്റജിയിലുപരി നമ്മളൊരു സെറ്റപ്പിനെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്ട്രാറ്റജിയും സെറ്റപ്പും തമ്മിൽ നമുക്ക് കാണുന്ന ടൈമിൽ നമുക്ക് അധികം ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നത്തില്ല. പക്ഷേ സ്ട്രാറ്റജിയും സെറ്റപ്പും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്നു. ഇപ്പോൾ RSI ഇൻഡിക്കേറ്ററിൽ ഓവർ ബോട്ടും ഓവർ സോൾഡും ആയിട്ടുള്ള 2 ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇത് അറിയാത്തവർ ഓവർ കോംപ്ലിക്കേറ്റഡോ കാര്യങ്ങളോ ഒന്നും ആക്കണ്ട. അപ്പോൾ ഓവർ ബോട്ട് ആയിട്ട് പോയിന്റിൽ നിന്ന് ഞാൻ സെല്ല് ചെയ്യും, അല്ലെങ്കിൽ ലോവർ ആയിട്ടുള്ള പോയിന്റ് അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞു നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ഞാൻ ബൈ ചെയ്യും എന്നുള്ളൊരു കണ്ടീഷൻ നിങ്ങൾ കൊണ്ടുവരുവാണെങ്കിൽ നമുക്കതിനെ ഒരു സ്ട്രാറ്റജി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കണ്ടീഷനിലുപരി നമ്മൾ കൂടുതൽ കണ്ടീഷൻസ് അതിനകത്തോട്ട് വരും. ഇപ്പോൾ ആ ഒരു ടൈമിലുള്ള പ്രൈസ് മൂവ്മെൻറ്റ്സോ ഇല്ലെങ്കിൽ മാർക്കറ്റ് ഹൈലി ബുള്ളിഷായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് നമുക്ക് ഈ RSIയിൽ ഓവർ ബോട്ടായിട്ട് കാണിക്കുന്നതെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു സിഗ്നൽസോ കാര്യങ്ങളോ എങ്കിലും നമുക്ക് കൂടുതൽ കണ്ടീഷൻസോ കാര്യങ്ങളോ വെച്ചിട്ടായിരിക്കും നമ്മൾ ഒരു സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. സെറ്റപ്പിൻ്റെ പിന്നിൽ നമുക്ക് ലോജിക്കിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ഈ ഒരു സെറ്റപ്പ് കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് കാണാനായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയുടെ ഇത് സെറ്റപ്പിൻ്റെ ഒരു ഇതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഒരു കണ്ടീഷൻ ഇനിയും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. പക്ഷേ ഈ ഒരു ലോജിക്ക്, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു സെറ്റപ്പിനെ നിങ്ങളുടെ രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി ഇച്ചിരി ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങളിതൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ ലോജിക്ക്, ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ്ലി മഗ്ഗപ്പ് ചെയ്യാതെ, അതിനെ നമ്മളെപ്പോഴും സ്ട്രാറ്റജി എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു കണ്ടീഷൻസ് റിപ്പീറ്റ് ആവും. പക്ഷേ ഈ പറയുന്ന ലോജിക്കിനെ നിങ്ങൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് നിങ്ങളുടെ മൈൻഡിലൊരു അണ്ടർസ്റ്റാൻഡിങ് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ സിമ്പിളായിട്ട് ആക്കാനായിട്ട് പറ്റും. പക്ഷേ ട്രേഡിങ് ഒരിക്കലും ഒരു സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങളുടെ ടൈമും എഫേർട്ടും പല കാര്യങ്ങളും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഈ ഒരു സെറ്റപ്പിലോട്ട് പോകാം. നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമാണ്. അപ്പോൾ നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമിൽ ക്യാൻഡിൽസിനെ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയയും അതേപോലെ ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാം. ഈ ഒരു ഏരിയ നമുക്ക് ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈംസ് മാർക്കറ്റ് വന്നൊരു റിജക്ഷൻ കാണിക്കാനും ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് കുറച്ചധികം ടൈംസ് മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. എവിടെ നിന്നാണ് ആ ഒരു ടൈം ഫ്രെയിം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതൊരു വളരെ ലോങ് ആയിട്ടുള്ളൊരു ടൈം ഫ്രെയിമാണ്. എത്ര ലോങ് ആയിട്ടുള്ളൊരു ടൈം ഫ്രെയിമാണ്? 26 നവംബർ 2025 തൊട്ട് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12th ജാനുവരി 2026 ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 1 മന്ത് നീണ്ടു നിന്ന് ഒരു റേഞ്ചിൽ നിന്നാണ് മാർക്കറ്റ് ബ്രേക്ക് തന്നത്. ഒരു ക്യാൻഡിൽ ക്ലോസ് നമുക്ക് കിട്ടിയത് എന്താണ്? 9th ജാനുവരിയിലാണ്. അപ്പോൾ കുറേ ടൈം എടുത്ത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഈ ബ്രേക്ക് ചെയ്ത ടൈമിൽ നമ്മൾ നോക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് ഈ ഒരു സ്വിങ്ങിനെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ബ്രേക്ക് നടന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു ചെറിയൊരു കോഴ്സ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ കണ്ടിന്യൂ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിൽ ഞാൻ ഓൾമോസ്റ്റ് 1 year ആയിട്ട് നിങ്ങൾ നമ്മുടെ പാസ്റ്റ് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ അനാലിസിസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഞാൻ അവിടെ ലെവൽസ് കണ്ടുപിടിക്കുന്നത്, എന്തൊക്കെ ടെക്നിക്സാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു 7 days നീണ്ടു നിന്നൊരു കോഴ്സായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരു ഹെൽത്തി മൂവ് ഒരിക്കലും മാർക്കറ്റിൽ നമുക്ക് ഈ ഒരു രീതിയിൽ കാണാനായിട്ട് പറ്റത്തില്ല. ഒരു ഹെൽത്തി അപ്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഈ ഒരു രീതിയിലുള്ള ഒരു മൂവ് ആയിരിക്കത്തില്ല. ഒരു ഹെൽത്തി ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരിക്കത്തില്ല.
ഒരു ഹെൽത്തി അപ്സൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ ഒരു രീതിയിൽ മാർക്കറ്റ് മൂവ് ചെയ്യണം. ഹെൽത്തി ഡൗൺ സൈഡോ ഈ ഒരു മൂവ്മെൻറ്റിൽ മൂവ് ചെയ്യണം. ഈ ഒരു ഏരിയയിൽ എന്താണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്? നമുക്ക് പുൾ ബാക്കുകൾ ഈ ഒരു ഏരിയാസിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ പുൾ ബാക്കുകളുടെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ അവിടെ പറയുന്നത്. നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ നമുക്ക് ടൈമും കാര്യങ്ങളും ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോകുന്നില്ല ആ ഒരു ഡീറ്റെയിൽസിലോട്ട്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ആ ബ്രേക്ക് ചെയ്ത് വന്ന ഒരു എൻറ്റയർ സ്വിങ്ങിനെ നമ്മൾ നോക്കി. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും മാർക്കറ്റ് ഒന്ന് ആയിട്ടൊരു ബാലൻസിൽ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഡൗൺ സൈഡിലോട്ടാണ് പോകുന്നത് എന്ന് എനിക്ക് ഉറപ്പിക്കണമെങ്കിൽ എപ്പോഴും നമുക്ക് എന്ത് വേണം? ഞാൻ നേരത്തെ പറഞ്ഞത് കണക്ക് തന്നെ നമുക്ക് ഇങ്ങനൊരു ഡൗൺ സൈഡ് ആണെങ്കിൽ നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് വന്നിട്ട് ബ്രേക്ക് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ? ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡൗൺ സൈഡ് മൂവ് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ഏരിയയിലോട്ട് നമ്മൾ ഫിബ് ടൂൾ യൂസ് ചെയ്ത് നമ്മൾ 50% നമ്മൾ കണ്ടുപിടിച്ചു. ഓൾമോസ്റ്റ് 50% ഏരിയയിലോട്ട് മാർക്കറ്റ് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ ഇവിടെ ഒന്നുമല്ല നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ ഒരു കണ്ടീഷൻസിനെ എല്ലാം നമ്മുടെ ഈ ഒരു സെറ്റപ്പിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് സപ്പോർട്ട്, റെസിസ്റ്റൻസ്. നമ്മളൊരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിൽ വന്നിട്ട് ബൈ ചെയ്യുക, റെസിസ്റ്റൻസ് വരുമ്പോൾ സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഈ സെറ്റപ്പിൽ നമ്മൾ ആ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കി, അതിനുശേഷം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്കറ്റ് ബ്രേക്ക് തന്നു. അതിനി ഒരു ഗുഡായിട്ടുള്ളൊരു ഫോൾ ആണോ എന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് അതൊരു ഡിസ്കൗണ്ട് ഏരിയയിലോട്ട് മാർക്കറ്റ് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കി. ഇതിനെ നമ്മൾ പറയുന്നതാണ് പ്രീമിയം ഡിസ്കൗണ്ട്. നമ്മൾ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് പ്രീമിയം ഡിസ്കൗണ്ട് എന്താണെന്ന്. അപ്പോൾ അത് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് 50% മാർക്കറ്റ് വന്നു. ആ ഒരു 50% മാർക്കറ്റ് വന്നതിന് ശേഷം ഈ ഒരു ലെവൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നിടത്താണ് നമുക്ക് എൻട്രി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്യുക. ഈ ഒരു ലെവൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഒരു 3 to 5 മിനിറ്റ്സിലോട്ട് നമുക്ക് വരാം. 15 മിനിറ്റ്സിൽ നമുക്ക് ആ ഒരു മേജർ അനാലിസിസും ചെയ്യാം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 15 മിനിറ്റിൽ മാർക്കറ്റ് ഇന്നത്തെ ഡേയിലാണ് ആ ഒരു പാസ്റ്റ് എന്ന് പ്രൊട്ടക്റ്റ് ചെയ്തൊരു ലോ ആയിരുന്നു. അത് 12th January 2026 മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു ലോയെ ഹെൽത്തി ആയിട്ട് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് വന്നതിന് ശേഷം ഡൗൺ സൈഡിലോട്ട് ബ്രേക്ക് ചെയ്ത് ഇന്നത്തെ ഡേ ആണ് 20th അത് ബ്രേക്ക് ചെയ്തെന്ന് നമ്മൾ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് നമ്മൾ വന്നു. 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമുക്ക് കൃത്യമായിട്ടൊരു ക്ലോസ് നമുക്ക് അവിടെ ആ ലെവലിൻ്റെ താഴെ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ക്ലോസ് കിട്ടിയ ലെവലിൽ നമുക്ക് മാർക്കറ്റിൽ നമുക്ക് എന്താണ് ഇനി ഒരു 3 മിനിറ്റിൽ മാർക്കറ്റ് ചെയ്തത്. 15 മിനിറ്റ് ക്ലോസ് കിട്ടിയപ്പോൾ നമുക്ക് മനസ്സിലായി മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഇനി ഡൗൺ സൈഡിലോട്ടാണ്. മാർക്കറ്റ് കൂടുതൽ ഡൗൺ സൈഡിലോട്ടൊരു പുഷ് കിട്ടാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കവിടെ കൺഫേമായി നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ 3 മിനിറ്റിലോട്ട് വരുന്നു. 3 മിനിറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മേജറായിട്ട് ഈ ഒരു ഏരിയയും കൂടി നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിരുന്നു. ഏതാണ് ആ ഏരിയ? ഈ ഒരു ലെവല്, ഒരു ലോയും ഒരു ഹൈയും എന്ന് പറഞ്ഞാൽ ഇവിടെ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു സ്വിങ്ങിനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിങ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ പുൾ ബാക്സുകളെ നമ്മൾ നോക്കിയാൽ മതിയായിരിക്കും. നമുക്ക് ഇവിടെ നിന്നാണ് ഒരു പുൾ ബാക്ക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽസിനെ ആയിരുന്നു നമ്മൾ മാർക്ക് ചെയ്തിട്ടത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ലോ എപ്പോഴാണോ മാർക്കറ്റ് ടേക്ക് ചെയ്തത് ആ ഒരു ലോ മാർക്കറ്റ് ടേക്ക് ചെയ്ത ടൈമിൽ നമ്മളൊരു എൻട്രി നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാം? ഈ ഒരു ലെവലിൽ തൊട്ട് മേളിൽ നമുക്കൊരു ബഫർ പോയിൻ്റ് ഇട്ടതിന് ശേഷം നമുക്ക് 1:2 1:3 നമുക്ക് ടാർഗറ്റ് എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മൂവാണ് നമുക്ക് ഇന്നിവിടെ ക്രിയേറ്റ് ആയിട്ട് തന്നത്. പക്ഷേ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും മൂവ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. സാധാരണ നിഫ്റ്റി മൂവ് ചെയ്യുന്നതിൻ്റെ ഇരട്ടിയായിരിക്കും ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യുന്നത്. ഇന്നത്തെ ഡേയിൽ നിഫ്റ്റി മൂവ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഓൾമോസ്റ്റ് 1.38% ആണ് നമുക്ക് നിഫ്റ്റി മൂവ്മെൻറ്റ് തന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റി നമുക്ക് 0.81% മാത്രമേ നമുക്ക് മൂവ്മെൻറ്റ് തരത്തുള്ളൂ. ഒരു ഡെയിലി ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നെ ഇപ്പോൾ നോക്കാം.
ഞാൻ റാൻഡമായിട്ട് നോക്കുവാണ് ഇന്നലത്തെ ഡേ ബാങ്ക് നിഫ്റ്റി എത്ര മൂവ്മെൻറ്റ് തന്നു? 500 പോയിൻറ്റ്സ് ബാങ്ക് നിഫ്റ്റി മൂവ്മെൻറ്റ് തന്നു. നിഫ്റ്റി ഇന്നലത്തെ ഡേ എത്ര മൂവ്മെൻറ്റ് തന്നു? 160 പോയിൻറ്റ്സ് മൂവ്മെൻറ്റ് തന്നു. ഇതിന് നമ്മൾ കുറേ ദിവസം നിങ്ങളങ്ങ് ബാക്കിലോട്ട് നോക്കിയത് ഇന്നത്തെ ദിവസം നിഫ്റ്റി എത്ര മൂവ്മെൻറ്റ് തന്നു? 353 മൂവ്മെൻറ്റ് തന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി ആ ഒരു റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഇതിൻ്റെ ഡബിൾ എങ്കിലും എന്ത് ചെയ്യണം, നമുക്ക് ബാങ്ക് നിഫ്റ്റി മൂവ്മെൻറ്റ് തരണം. പക്ഷേ ബാങ്ക് നിഫ്റ്റി നമുക്ക് അത്രയ്ക്കൊരു മൂവ്മെൻറ്റ് തന്നിട്ടില്ല. അപ്പോൾ ഈ നിഫ്റ്റിയിൽ ഇന്നുണ്ടാകാനുള്ള ഈ ഒരു മെയിൻ മൂവ്മെൻറ്റിൻ്റെ കാര്യം എന്താണ്? ഒരു മേജറായിട്ടുള്ളൊരു സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫോളാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ആ ഒരു റീസൺ കൊണ്ട് മാത്രമാണ് നിഫ്റ്റി നമുക്ക് ഇന്ന് കൂടുതൽ ഫോള് തരാനുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്തതും ഇന്ന് തന്നതും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ലോജിക്ക് മനസ്സിലാക്കി നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇനി കുറച്ചധികം ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് നമ്മൾ നിഫ്റ്റിയുടെ ഒരു കാര്യമാണ്. ഇനി നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ച് ലോങ്ങർ ടൈം ഫ്രെയിമിലുമായിട്ട് ഞാൻ നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിലോട്ടാണ് നമ്മൾ ഇതിൽ വരുന്നത്. അപ്പോൾ വീക്ക്ലി ടൈം ഫ്രെയിമിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഞാനൊരു റെഡ് ലൈന് നിങ്ങൾക്ക് ഡ്രോ ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ലൈന് എന്താണ് എന്ന് നിങ്ങൾക്ക് സാധാരണ ഓൾമോസ്റ്റ് ആൾക്കാർക്ക് മനസ്സിലായി കാണും എന്താണ് ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത്. ഇല്ലെങ്കിൽ മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്കൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷനാണ് ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷനാണ് നിങ്ങൾക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഫോർമേഷനെ നമുക്ക് യൂസ് ചെയ്ത് ട്രേഡ് എടുക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജറായിട്ടും ആൾക്കാർ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കുറേ ഏരിയാസിൽ വെച്ചിട്ട് ബാങ്ക് ബീസ് ബൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കുറേ എൻട്രി സിഗ്നൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ എൻട്രി സിഗ്നൽസ് എല്ലാം ട്രിഗർ ആയത് ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷനോട് അനുബന്ധിച്ചാണ്. എന്ന് പറഞ്ഞാൽ കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോം ചെയ്തിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതിനേക്കാളും നമുക്ക് കൂടുതൽ വിൻ റേറ്റും കാര്യങ്ങളും കിട്ടുന്നത് കപ്പ് ആൻഡ് ഹാൻഡിൽ ഒരു ഹാഫ് ഫോർമേഷൻ ആയിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഒരു ലെവലിലോട്ട് എത്താൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. ഇതെല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നാലും ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്കൊരു എഡ്ജ് കൂടുതൽ കിട്ടും. അപ്പോൾ ട്രേഡിങ്ങിൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേഡിങ്ങിൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിൽ നമ്മളൊരു എൻട്രി എടുത്തു കഴിഞ്ഞ സമയത്ത് നമുക്ക് എപ്പോഴും വരുന്നൊരു കാര്യമാണ് നമുക്കൊരു ടൈം ലിമിറ്റേഷൻ എന്നുള്ളൊരു കാര്യം വരും. ടൈം ലിമിറ്റേഷൻ അനുസരിച്ച് ഇപ്പോൾ നിങ്ങളൊരു 10,000 റുപ്പീസ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിൽ ബൈ ചെയ്തിടുകയാണെങ്കിൽ ആ സ്റ്റോക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ഹിറ്റായി തരാനോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റായി തരാനോ ഒരു ടൈം എടുക്കും. ഇമാജിൻ ചെയ്യുക, നിങ്ങൾ 1 മന്തായിട്ടൊരു സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നു, നിങ്ങൾക്ക് ടാർഗറ്റ് ഹിറ്റാവുന്നില്ല. 2 മന്ത്സായിട്ട് ഹോൾഡ് ചെയ്യുന്നു, ടാർഗറ്റോ സ്റ്റോപ്പ് ലോസോ ഹിറ്റാവുന്നില്ല. അപ്പോൾ അവിടെ എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഫണ്ട് അവിടെ ബ്ലോക്കായി കിടക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ മേടിച്ച ഇടത്തായിരിക്കും, ചിലപ്പോൾ നിയർ ടു ടാർഗറ്റ് ആയിരിക്കും. അപ്പം അതിനെ കൂടി ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻസിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനായിട്ട് പറ്റും. കാരണം കൂടുതൽ ടൈമും പാറ്റേൺസ് ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പാറ്റേൺസ് ഫെയിൽ ആവാനുള്ള കൂടുതൽ ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ പാറ്റേൺ ക്രിയേറ്റ് ആവാനുള്ള ചാൻസസ് ആണ് പാറ്റേൺ ക്രിയേറ്റ് ആയതിനു ശേഷം നമുക്ക് മൂവ്മെൻറ്റ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഈ ഒരു ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു അപ്സൈഡിലോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കണ്ടോ, ഇവിടെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് അപ്പോൾ ഏകദേശം കപ്പ് ആൻഡ് ഹാൻഡിൽ ഒരു ഹാഫ് ക്യാൻഡിൽ ഫോർമേഷൻ ആയ സമയത്തായിരുന്നു ഞാൻ ബാങ്ക് ബീസിലാണ് ഞാൻ എൻട്രി എടുത്തത്. ബാങ്ക് നിഫ്റ്റിയിലല്ല എൻട്രി എടുത്തത്. ബാങ്ക് നിഫ്റ്റിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഇതാണ് ബാങ്ക് ബീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നിങ്ങൾക്കൊരു ലോങ് ടേമിലോട്ടൊരു പാറ്റേണോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വീക്ക്ലിയോ ഡെയിലിയോ 4 ഹവറിലോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഓപ്ഷൻസിൽ DK ഉണ്ട്, തീറ്റ DKയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എക്സ്പയറീസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് എനിക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് വെക്കാം. പക്ഷേ അതിന് 1 വീക്ക് കഴിയുമ്പോൾ 1 മന്ത് കഴിയുമ്പോൾ ഉള്ള എക്സ്പയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് ഒരു ബാങ്ക് ബീസ് ബൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെയുള്ള എഡ്ജ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ടാർഗറ്റ് നമുക്കിവിടെ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് മാർക്കറ്റ് ഹിറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്നത് 25 പോയിൻറ്റ്സിൻ്റെ ടാർഗറ്റാണ്. പക്ഷേ ഇപ്പോഴ് നമുക്ക് വരുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നാളത്തെ ദിവസമാണ് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആവുന്നതെങ്കിൽ നമുക്ക് വരുന്ന ടാർഗറ്റ് എത്ര പോയിൻറ്റ്സാണ്? 46 പോയിൻറ്റ്സാണ്. അപ്പോൾ കപ്പ് ആൻഡ് ഹാൻഡിലിൻ്റെ ഫോർമേഷൻ ഫോം ആവുന്നതിനനുസരിച്ച് ഈ ഒരു ട്രെൻഡ് ഇങ്ങനെ ബുള്ളിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആവണമെങ്കിൽ ഇവിടം വരെ നമുക്ക് ഹിറ്റ് ആവണം. അപ്പോൾ നമുക്ക് അവിടെ ഒരു എഡ്ജാണ്, നമുക്കൊരു ടൈമിന് നമ്മൾ കൂടുതൽ അല്ലെങ്കിൽ നമ്മുടെ മണി നമ്മളിവിടെ ഒരു ബ്ലോക്ക് ചെയ്തിടുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടാർഗറ്റുകൾ. ഇതിപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞാണ് ടാർഗറ്റ് ഹിറ്റ് ആവുന്നതെങ്കിൽ എന്ത് ചെയ്യും? മാർക്കറ്റ് കുറച്ചും കൂടി ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ടാർഗറ്റ് കുറച്ചും കൂടി കൂടുതലാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു 2 മാസം കൂടി കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യുന്നതെങ്കിലും അതനുസരിച്ച് ഈ ക്യാൻഡിൽസ് ഇവിടെ കൂടുതൽ മൂവ് ചെയ്യും. അതിനനുസരിച്ച് ഈ ഒരു ടാർഗറ്റ് നമുക്കിവിടെ ഇങ്ങനെ കൂടി വരും. മനസ്സിലായില്ലേ? ഇവിടെ തൊട്ട് എൻട്രി എടുത്തപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആവുന്നതെങ്കിൽ നമുക്ക് 40 പോയിൻറ്റ്സ് കിട്ടും. മാർക്കറ്റ് ഇനിയും ഈ ഒരു സൈഡ് വൈസ് കളിച്ച് ഈ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് അപ്പ് സൈഡിലോട്ട് വരുന്നതെങ്കിൽ അത്രയും നമുക്ക് ടാർഗറ്റ് കിട്ടും. നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുമ്പോൾ എപ്പോഴായിരിക്കും? സ്റ്റോപ്പ് ലോസ് എപ്പോഴും നമുക്ക് സെയിം ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എഡ്ജും കൂടി നമുക്ക് ബാങ്കിൽ കാണാനായിട്ട് പറ്റി. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രീതിയിലായിരുന്നു ഞാൻ ബാങ്ക് ബീസ്. നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ചെക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി തൊട്ട് നമ്മൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ചെയ്യാനുള്ള അനാലിസിസ് വീഡിയോ, ഇമ്പോർട്ടൻറ്റ് ലെവൽസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. അതിന് പകരം ഞാൻ ചെയ്യാൻ പോകുന്നത് US 30 ഗോൾഡും BTCയുടെയും അനാലിസിസ് വീഡിയോസ് ആയിരിക്കും. കാരണം കുറേ റെഗുലേഷൻസും കാര്യങ്ങളും എനിക്ക് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ അതിന് കുറേ ഫോർമാലിറ്റീസും അതേപോലെ തന്നെ സെബിയുടെ കുറേ പുതിയ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺസ് കൊണ്ട് ചുമ്മാ ഇനി അതിൻ്റെ പുറകെ പോയിട്ട് പുലിവാലും കാര്യങ്ങളൊന്നും പിടിക്കാനായിട്ട് വയ്യ. ആ ഒരു റീസൺസ് കൊണ്ടാണ് ഞാൻ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും സ്കിപ്പ് ചെയ്തതിന് ശേഷം ഇനി US 30യും BTCയും ഗോൾഡിൻ്റെയും അനാലിസിസ് വീഡിയോ ചെയ്യാനായിട്ട് തോന്നുന്നത്. അപ്പോൾ നമുക്കിനി ഒരു കാര്യം കൂടി പറയാം. ഈ വീഡിയോ ലോങ് ആയി പോകുന്നെന്ന് വിചാരിക്കുന്നു. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 17 മിനിറ്റ്സായി. സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിനെ കാണുന്ന ആൾക്കാർ മാത്രമേ ഇത് ഇവിടം വരെ കാണാനും ചാൻസസ് ഉള്ളൂ. നമ്മുടെ ചാനൽ വളരെ ചെറിയൊരു ചാനലാണ്. അപ്പോൾ ഈ ഒരു ഏരിയ വരെയൊക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ കൺഗ്രാറ്റ്സ്. നിങ്ങൾ ബാക്കിയുള്ള 90% ഓഫ് ട്രേഡേഴ്സിനേക്കാളും മുന്നിൽ കാണുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കൊരു BTCയിലെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. BTCയിൽ ഞാൻ നോക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിമിലായിരുന്നു. നമ്മുടെ എക്സ് പേജിനെ അധികം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഫോം എന്ന് പറഞ്ഞാൽ ആരോടും അങ്ങനെ പറഞ്ഞിട്ടില്ല. എക്സ് പേജ് ലിങ്കും കാര്യങ്ങളും ഒന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിലോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. പക്ഷേ നമ്മുടെ പ്രൊഫൈലിൽ നിങ്ങൾ എക്സ് പേജിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ November 5th നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ November 5th നമ്മൾ ചെയ്തിട്ടുള്ളൊരു ഇമ്പോർട്ടൻ്റ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ നമുക്ക് BTCയിൽ കാണാനായിട്ട് പറ്റി. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. November 5th ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഞാനിപ്പോഴും പറഞ്ഞാണ് കപ്പ് ആൻഡ് ഹാൻഡിൽ നോക്കുന്നത് പോലെ തന്നെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൽ റൈറ്റ് ഷോൾഡർ ഫോം ആയപ്പോൾ ഇങ്ങോട്ട് വരാൻ ഓൾറെഡി ഈ ബ്രേക്ക് ചെയ്ത് ഡൗൺ സൈഡിലോട്ട് എൻട്രി എടുക്കുന്നതും നല്ലതാണ്. പക്ഷേ അതിനേക്കാളും ആക്യുറസി കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലോട്ട് വരാനുള്ളൊരു ചാൻസസ് മാർക്കറ്റ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യും. ഇൻസ്റ്റെഡ് ഓഫ് മാർക്കറ്റിൽ പാറ്റേൺ ക്രിയേറ്റ് ആയതിനു ശേഷം എൻട്രി എടുക്കാതെ പാറ്റേൺ ക്രിയേറ്റ് ആവുമ്പോൾ എൻട്രി എടുക്കുക. അതാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്. പക്ഷേ പോയിട്ട് ഇവിടെ ഒരു ലെഫ്റ്റ് ഷോൾഡർ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇവിടുന്ന് മാർക്കറ്റ് ഇനി ഹെഡ് ഉണ്ടാക്കും, അങ്ങനെ നിങ്ങൾ നോക്കരുത്. ഇവിടെ എൻഡിലുള്ള റൈറ്റ് ഷോൾഡറിനെയും ഈ ഒരു ലെവലും കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഉറപ്പാവും മാർക്കറ്റിന് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണ്. മാർക്കറ്റ് ചെയ്തത് ഈ ഒരു ലോ ആൻഡ് ടേക്ക് ചെയ്ത് മാർക്കറ്റ് പിന്നെ ഡൗൺ സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഞാൻ അതേപോലെ മാർക്ക് ചെയ്തിട്ടു. നിഫ്റ്റി നമ്മുടെ BTCയിൽ നല്ലൊരു ഫോള് നമുക്ക് ഈ ഒരു ലാസ്റ്റ് ഒരു November തൊട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് നമ്മുടെ വീഡിയോ ജസ്റ്റ് കട്ടായി. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് 20% അടുത്തുള്ള ഒരു കറക്ഷൻ നമുക്ക് BTCയിൽ കാണാനായിട്ട് പറ്റി. പ്യുവർലി ആരും ഇത് എനിക്ക് അധികം കേട്ടിട്ടില്ല. ഈ ഒരു പാറ്റേൺ കണ്ടോ ഇങ്ങനെ വീഡിയോസോ കാര്യങ്ങളോ ആരും ഇടുന്നതായിട്ടോ ഒന്നും കാണാനായിട്ട് പറ്റിയിട്ടില്ല. നമ്മൾ കൃത്യമായിട്ട് മാർക്കറ്റിനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇതേപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തരും. ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസാണ്. നമ്മൾ എത്രയോ ടൈം മാർക്കറ്റിനെ സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് മാർക്കറ്റ് നമുക്ക് തരുന്ന ടൈപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റീസാണിത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് ഈ ഒരു ലെവലും കൂടി മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് മാർക്കറ്റ് ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ 22% ഒരു ഫോളാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ്
ഈ ഒരു ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 103യിൽ നിന്ന് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നമുക്ക് തന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എത്രയാണ്, ഓൾമോസ്റ്റ് 80K അടുപ്പിച്ചൊക്കെ BTCയുടെ പ്രൈസ് ഫോളായി. അപ്പോൾ നമ്മൾ ഇന്ന് 3 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്ത്. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലെ ഒരു സെറ്റപ്പ്, അതിനോടൊപ്പം തന്നെ എന്താണ് BTCയിലെ ഇപ്പോൾ പറഞ്ഞൊരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് പാറ്റേൺ, അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്കറ്റ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ഫോർമേഷൻ. അപ്പോൾ നമുക്ക് ഇത്രയുള്ള ഈ വീഡിയോ നല്ല ലോങ് ആയെന്ന് വിചാരിക്കുന്നു. ലോങ് വീഡിയോസ് ഇത്രയും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ ഒക്കെ പറയുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ സീരിയസ് ആയിട്ട് ട്രേഡിങ്ങിനെ കാണുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും കൂടി ശ്രമിക്കുക. അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ഗൈസ്. ബൈ.